ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ ആതിര. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നവ്യ നായരുടെ ഗംഭീര തിരിച്ചുവരവായ ഒരുത്തി എന്ന മൂവിയുടെ കഥയാണ്. എല്ലാ സ്ത്രീകളും ഒരു തീയാകണം, അതുപോലെ ഈ കഥയിലെ ഇവൾ ഒരു തീയാണോ എന്ന് നോക്കാം. മൂവിയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ ഒരു കാറിൽ നിറയെ പണവും ഗോൾഡും കടത്തുന്നത് പോലീസ് അറിയുകയും ആ വണ്ടി കസ്റ്റഡിയിലെടുക്കാനായി ഫോളോ ചെയ്യുകയും ചെയ്യുന്നത് കാണിക്കുന്നു. പക്ഷേ പോലീസുകാർ പിടിക്കുന്നതിന് മുൻപ് തന്നെ കാർ ഒരു ആറ്റിലേക്ക് അയാൾ മറിക്കും. അയാളെ പിടിക്കാനായി പോലീസുകാർ ആറ്റിലിറങ്ങി സെർച്ച് ചെയ്യുമെങ്കിലും അയാൾ അവിടെ നിന്നും രക്ഷപ്പെടുന്നു. ഇനി എന്ത് ചെയ്യുമെന്ന് SI ആന്റണിയും മറ്റു പോലീസുകാരും ചിന്തിക്കുന്നു. അവിടെ സീൻ കട്ട് ചെയ്ത് ഈ കഥയിലെ ഹീറോയിൻ രാധാമണിയെ കാണിക്കും. ബോട്ടിൽ ടിക്കറ്റ് എടുക്കുന്ന ജോലിയാണ് അവൾ ചെയ്യുന്നത്. ഈവനിങ്ങിൽ ജോലി കഴിയുന്ന ടൈമിൽ രാധാമണിയെ അവളുടെ മകൻ വിളിച്ച് അമ്മ പെട്ടെന്ന് വീട്ടിൽ വരാൻ പറയും. കാരണം അന്ന് വൈകിട്ട് അവരുടെ അമ്പലത്തിൽ നടക്കുന്ന ഉത്സവത്തിനായി രാധാമണിയുടെയും ഫ്രണ്ട്സിൻ്റെയും തിരുവാതിരയുണ്ട്. അതിനായി പ്രാക്ടീസിന് വേണ്ടിയുള്ള എല്ലാവരും അമ്പലത്തിലെത്തി. ആ സമയത്തും രാധാമണി എത്താത്തത് കൊണ്ടാണ് മകൻ കോൾ ചെയ്ത് പെട്ടെന്ന് വരാൻ പറയുക. സോ രാധാമണി ജോലിയെല്ലാം തീർത്ത് വീട്ടിൽ ചെന്നൊരുങ്ങി നേരെ ഉത്സവം നടക്കുന്നിടത്തേക്ക് ചെല്ലും. തിരുവാതിര കളിക്കുന്ന ഫ്രണ്ട്സിനൊപ്പം രാധാമണിയും ജോയിൻ ചെയ്യുന്നു. വളരെ ഹാപ്പിയായി എൻജോയ് ചെയ്ത് രാധാമണി തിരുവാതിര പ്രാക്ടീസ് ചെയ്യുന്നതായി കാണിച്ച് സീൻ കട്ട് ചെയ്ത് ആന്റണിയെ കാണിക്കുന്നു. പണവുമായി കടന്നവനെ എങ്ങനെയെങ്കിലും പിടിക്കണമെന്ന ചിന്തയിലാണ് ആന്റണി. എല്ലാ പോലീസുകാരെയും പല ഇടങ്ങളിൽ അയാൾ തിരയാനായി ഏൽപ്പിക്കുന്നു. രാധാമണിക്ക് 2 മക്കളുണ്ട്. അവർ ദുബായിലുള്ള അവരുടെ അച്ഛനായ ശ്രീകുമാറിന് കോൾ ചെയ്ത് സംസാരിക്കുന്നതായി കാണിക്കുന്നു. ശ്രീകുമാർ കോൾ രാധാമണിക്ക് കൊടുക്കാൻ പറയുന്നത് കൊണ്ട് കുട്ടികൾ ഫോൺ ഹീറോയിന് കൊടുക്കും. ശ്രീകുമാർ ഫാമിലിയിൽ നിന്ന് മാറി ദുബായിൽ ജോലി ചെയ്യുന്നത് രാധാമണിക്ക് ഒട്ടും തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. ഗ്രാഫിക് ഡിസൈനിങ് പഠിച്ച് ആ ജോലിക്കാണെന്ന് പറഞ്ഞു പോയ ശ്രീകുമാർ ദുബായിൽ പെയിന്റിംഗ് വർക്കാണ് ചെയ്യുന്നത്. വർക്കിനിടെ ശ്രീകുമാറിന്റെ കൈക്ക് ഒരു പരിക്ക് പറ്റുന്നുണ്ട്. ഇതൊക്കെ അറിയുന്ന രാധാമണി വളരെ ടെൻസ്ഡായി ശ്രീകുമാറിനോട് തിരിച്ച് നാട്ടിലേക്ക് തന്നെ വരാൻ പറയുമ്പോൾ ശരി, ഞാൻ ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞ് കോൾ അയാൾ കട്ട് ചെയ്യും. രാധാമണി ശ്രീകുമാറിനൊപ്പമുള്ള ഫോട്ടോസൊക്കെ നോക്കുന്നതായി കാണിച്ച് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. ശ്രീകുമാറിനൊപ്പം രാധാമണിയും കുട്ടികളും വളരെ ഹാപ്പി ആയിട്ടാണ് ജീവിച്ചത്. ശ്രീകുമാർ ഗ്രാഫിക് ഡിസൈനറായിട്ടാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. ശ്രീകുമാർ വർഷങ്ങളോളം കഷ്ടപ്പെട്ട് സമ്പാദിച്ചു കൂട്ടിവെച്ച തുകയിൽ നിന്നും മകൾക്കായി ഒരു നെക്ലേസ് മേടിച്ചു നൽകുന്നു. ഇതൊക്കെ ഒരു സോങ്ങിലൂടെയാണ് മൂവിൽ കാണിച്ചിരിക്കുന്നത്. വീണ്ടും പ്രസന്റ് ടൈമിൽ കാണിക്കുമ്പോൾ രാധാമണി രാവിലെ ഉണർന്ന് വീട്ടുജോലികളൊക്കെ തീർത്ത് കുട്ടികളെ സ്കൂളിലേക്ക് വിടാൻ തയ്യാറാക്കുന്നു. എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി രാധാമണി സെർവ് ചെയ്യുമ്പോൾ എനിക്ക് പാലപ്പം മതിയെന്ന് മകൾ പറയും. അവൾ പറഞ്ഞതുപോലെ ഒരു പാക്കറ്റിലെ പാലപ്പത്തിന്റെ പൊടിയെടുത്ത് കലക്കി അപ്പമുണ്ടാക്കി മകൾക്ക് കൊടുത്ത് സ്കൂളിൽ വിടുന്നു. അതിനുശേഷം രാധാമണിയും ജോലി സ്ഥലത്തേക്ക് പോകും. ബോട്ടിലെത്തി രാധാമണി അവളുടെ ജോലി ചെയ്യുന്ന സമയത്ത് അവളുടെ ഫ്രണ്ട്സിനെയും അവിടെ കാണുകയും തിരുവാതിരയെക്കുറിച്ചും ഉത്സവത്തെക്കുറിച്ചുമൊക്കെ അവർ ജോളിയായി സംസാരിക്കുകയും ചെയ്യുന്നു. ഈ സമയം രാധാമണിക്ക് കുട്ടികളുടെ സ്കൂളിൽ നിന്നും ഒരു കോൾ വരും. ഹീറോയിൻ കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ രാധാമണിയുടെ മകൾ സ്കൂളിൽ തലകറങ്ങി വീണതിനെ തുടർന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെന്ന് അറിയുന്നു. കുട്ടിയെ അഡ്മിറ്റ് ചെയ്ത ഹോസ്പിറ്റലിലേക്ക് രാധാമണി അവളുടെ ഫ്രണ്ടുമായി പോകും. പണം കടത്തിയ ആ ക്രിമിനലിനെ പിടിക്കാൻ പോലീസ് എല്ലാ വണ്ടികളും ചെക്ക് ചെയ്യുന്നതിനാൽ ഹീറോയിൻ വരുന്ന ഓട്ടോയും വഴിയിൽ നിർത്തിയിടേണ്ടതായി വരുന്നു. കുട്ടിക്ക് എന്ത് സംഭവിച്ചതാണെന്നറിയാതെ രാധാമണി വളരെ ടെൻസ്ഡ് ആകുന്നു. ഈ സമയം ആ റോഡിലൂടെ ഒരു ആംബുലൻസ് വരുമ്പോൾ ഇത് തന്നെ അവസരമെന്ന് മനസ്സിലാക്കി രാധാമണി വരുന്ന ഓട്ടോയും ആ ആംബുലൻസിന് തൊട്ടുപുറകിലായി പോകും. സോ അവിടെ നിന്നും രക്ഷപ്പെട്ട് രാധാമണി ഹോസ്പിറ്റലിൽ വരുന്നു. കുട്ടിക്ക് ഫുഡ് പോയിസണായി സ്കൂളിൽ വെച്ച് ഛർദ്ദിക്കുകയും അതിനെ തുടർന്ന് തലചുറ്റി വീഴുകയും ചെയ്യുന്നതിനാലാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയതെന്ന് മകളുടെ ടീച്ചർ രാധാമണിയോട് പറയുന്നു. ഇത് കേൾക്കുന്ന ഹീറോയിൻ വളരെ ഷോക്കാകും. ഡോക്ടർ രാധാമണിയെ വിളിച്ച് കുട്ടിക്ക് എന്ത് ഫുഡാണ് രാവിലെ കൊടുത്തതെന്ന് ചോദിക്കുന്നു. എന്തായാലും അവൾക്ക് ഫുഡ് പോയിസൺ വന്നതിനാൽ 3 ഡേയ്സ് കുട്ടിയെ ഒബ്സർവ് ചെയ്തതിനു ശേഷമേ ഡിസ്ചാർജ് ആക്കൂ എന്ന് ഡോക്ടർ പറയും. ഇതൊക്കെ രാധാമണി ഗൾഫിലുള്ള അവളുടെ ഹസ്ബൻഡിന് കോൾ ചെയ്ത് പറയുന്നു. ഹോസ്പിറ്റലിൽ 30,000 രൂപ ബിൽ ആകുന്നതിനാൽ കുട്ടിക്കാൻ അവർ മേടിച്ച നെക്ലേസ് പണയം വയ്ക്കാൻ അവർ തീരുമാനിക്കും. അങ്ങനെ ആ മാലയുമായി രാധാമണി ഒരു ബാങ്കിലേക്ക് ചെന്ന് മാല എസ്റ്റിമേറ്റ് ചെയ്യാനായി അവരുടെ കയ്യിൽ കൊടുക്കുന്നു. മാല ചെക്ക് ചെയ്യുന്ന ബാങ്കിലെ ഓഫീസർ രാധാമണിയെ വിളിച്ച് ഈ 3.5 പവന്റെ മാലയിൽ 1.5 പവൻ മാത്രമേ ഗോൾഡ് ഉള്ളൂ, ബാക്കി മെഴുകാണെന്നും പറയുന്നു. ഇത് കേൾക്കുന്ന ഹീറോയിൻ വളരെ ഷോക്കാകും. 3.5 പവന്റെ വില കൊടുത്ത് മേടിച്ച മാലയിൽ 1.5 പവനെ ഗോൾഡ് ഉള്ളൂ എന്നറിയുന്ന ഹീറോയിന് എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയാകും. ഈ കാര്യങ്ങൾ രാധാമണി ബാങ്കുകാരോട് പറയുമ്പോൾ നിങ്ങൾ മേടിച്ച ജ്വല്ലറിയിൽ തന്നെ ഇത് തിരിച്ചു കൊടുത്ത് കംപ്ലൈന്റ് ചെയ്യുന്നതാകും നല്ലതെന്ന് ബാങ്കിലെ ഓഫീസേഴ്സ് അഡ്വൈസ് ചെയ്യും.
സോ രാധാമണി ആ മാലയുമായി പുറത്തിറങ്ങി ശ്രീകുമാറിനെ കോൾ ചെയ്ത് നടന്ന കാര്യങ്ങളൊക്കെ പറയും. ശരി, നീ മാലയുടെ ബില്ലുമായി നേരെ ജ്വല്ലറിയിലേക്ക് ചെല്ലാൻ ശ്രീകുമാർ പറയുന്നു. ആ ജ്വല്ലറിയിൽ രാധാമണിയുടെ കസിൻ ജോലി ചെയ്തിരുന്നു. അയാളുടെ കെയർ ഓഫിലാണ് രാധാമണി ആ ജ്വല്ലറിയിൽ നിന്നും മാല വാങ്ങിയത് തന്നെ. സോ രാധാമണി അയാളെ വിളിച്ച് കാര്യങ്ങൾ പറയുമ്പോൾ, നീ ബില്ലുമായി നേരെ ജ്വല്ലറിയിലേക്ക് ചെല്ല, അവർ മാല മാറിത്തരുമെന്നും അയാൾ പറയും. ബില്ല് എടുക്കാനായി ഹീറോയിൻ നേരെ വീട്ടിലേക്ക് വരുന്നു. അവൾ ബില്ല് വെച്ചിടത്തെല്ലാം തപ്പി നോക്കുമെങ്കിലും ബില്ല് ലഭിക്കില്ല. ജ്വല്ലറിയിൽ ജോലി ചെയ്തിരുന്ന രാധാമണിയുടെ കസിനായ അനീഷിനെ രാധാമണി കോൾ ചെയ്ത് ബിൽ മിസ്സായ കാര്യം പറയുന്നു. എന്തായാലും നീ നേരെ കടയിലേക്ക് പോകൂ, അവർ എന്താണ് പറയുന്നത് എന്നറിഞ്ഞിട്ട് എനിക്ക് കോൾ ചെയ്യണം, മാനേജറുമായി ഞാൻ സംസാരിക്കാമെന്നും അനീഷ് പറയും. അതിനുശേഷം രാധാമണി ശ്രീകുമാറിനെ വിളിച്ച് ബിൽ മിസ്സായ കാര്യം പറയുന്നു. ഇതുകൂടി കേൾക്കുന്ന ശ്രീകുമാറിന് ദേഷ്യം വന്ന് രാധാമണിയോട് ഷൗട്ട് ചെയ്യും. രാധാമണി ശ്രീകുമാറിനോട് ദേഷ്യപ്പെട്ട് കോൾ കട്ട് ചെയ്യുന്നു. HRR എന്ന വലിയ ഒരു ജ്വല്ലറിയിൽ നിന്നാണ് അവർ ആ മാല വാങ്ങിയത്. സോ രാധാമണി നേരെ HRR എന്ന ജ്വല്ലറിയിലേക്ക് ചെന്ന് മാനേജേഴ്സിനെ മീറ്റ് ചെയ്ത കാര്യങ്ങളെല്ലാം പറയുന്നു. ഞങ്ങളുടെ കടയിൽ ഇങ്ങനെ നടക്കാൻ ഒരു ചാൻസുമില്ല. ശരി, ബില്ല് തരാൻ മാനേജർ പറയുമ്പോൾ ബിൽ മിസ്സായെന്ന് രാധാമണി പറയുന്നു. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് മാനേജർ പറയും. രാധാമണി അവളുടെ സിറ്റുവേഷൻസ് എല്ലാം പറഞ്ഞ് കെഞ്ചി ചോദിച്ചിട്ടും മാനേജർ ബില്ലില്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകും. ഹീറോയിന് അവിടെ നിന്ന് ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. അവിടെ രാധാമണിയുടെ അമ്മയും ശ്രീകുമാറിന്റെ അമ്മയും പിന്നെ രാധാമണിയുടെ ബ്രദറുമുണ്ട്. മാലയുടെ കാര്യം പറഞ്ഞ് എല്ലാവരും വളരെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ രാധാമണിയുടെ ബ്രദർ ആ മാലയുടെ കുറച്ച് ഫോട്ടോസ് അവന്റെ ഫോണിൽ എടുക്കുന്നു. ഈ സമയം അനീഷും രാധാമണിയെ മീറ്റ് ചെയ്യാൻ അങ്ങോട്ട് വരും. ബിൽ ഇല്ലാതെ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ബിൽ ഉറപ്പായും നിന്റെ വീട്ടിൽ തന്നെ കാണും. അതെങ്ങനെയെങ്കിലും തേടിയെടുത്താൽ നമുക്ക് മാലയിൽ നിന്ന് നഷ്ടമായ തുക ആ ജ്വല്ലറിയിൽ നിന്ന് മേടിച്ചെടുക്കാമെന്നും അനീഷ് പറയുന്നു. സോ എങ്ങനെയെങ്കിലും ബില്ല് തേടിപ്പിടിക്കണമെന്ന് തീരുമാനിച്ച് രാധാമണി അവളുടെ മകനുമായി നേരെ വീട്ടിലേക്ക് പോകുന്നു. വീട്ടിൽ ചെന്നയുടനെ തന്നെ രാധാമണി വീട് മുഴുവൻ ആ ബില്ല് തിരയാൻ തുടങ്ങും. മകന് ഫുഡ് പോലും കൊടുക്കാൻ ഈ തിരക്കിനിടയിൽ ഹീറോയിൻ മറന്നു പോകും. എങ്ങനെയെങ്കിലും ബില്ല് കണ്ടുപിടിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം തിരികെ മേടിക്കണമെന്ന വാശിയിലാണ് രാധാമണി. വീട് മുഴുവൻ തിരഞ്ഞിട്ട് ബില്ല് കിട്ടാത്തതിലും രാധാമണി വളരെ ടെൻസ്ഡ് ആകും. ഈ സമയം ശ്രീകുമാർ കോൾ ചെയ്ത് ബില്ല് കളഞ്ഞതിന് അവളെ ചീത്ത പറയുന്നു. ഞാൻ ചോര നീരാക്കി ഉണ്ടാക്കിയ ക്യാഷാണ്, ആ പണം നഷ്ടപ്പെട്ടാൽ എനിക്ക് മാത്രമാണ് നഷ്ടമെന്നും ശ്രീകുമാർ അവളോട് പറയും. സോ കോൾ കട്ട് ചെയ്ത് വളരെ ഫീൽ ചെയ്ത് അവൾ കരയാൻ തുടങ്ങുന്നു. പക്ഷെ കരഞ്ഞിട്ട് മാത്രം എന്ത് കാര്യമെന്ന് ചിന്തിച്ച് അവൾ വീണ്ടും അവിടെയെല്ലാം തിരയാൻ തുടങ്ങും. മകനെയും അവൾ വില്ല് തിരയാനായി വിളിക്കും. കുട്ടി വില്ല് തിരയുന്നതിനിടയിൽ നിലത്തിരുന്ന് തന്നെ ഉറങ്ങുന്നു. ഇത് കാണുന്ന രാധാമണി കുട്ടിയെ എടുത്ത് കട്ടിലിൽ കിടത്തുമ്പോഴാണ് അവന്റെ കയ്യിൽ ഒട്ടിയിരുന്ന ബില്ല് അവൾ കാണുക. ബിൽ കിട്ടിയതിൽ അവൾ വളരെ ഹാപ്പിയാകും. ബിൽ കിട്ടിയ കാര്യം എല്ലാവരെയും കോൾ ചെയ്ത് ഹീറോയിൻ പറയുന്നു. സോ നെക്സ്റ്റ് ഡേ തന്നെ ഹീറോയിൻ മകനെയും കൂട്ടി ആ ജ്വല്ലറിയിലേക്ക് പോകും. കടയിൽ ജോലി ചെയ്യുന്ന ഒരു സ്റ്റാഫ് രാധാമണിയോട് ബില്ല് ചോദിക്കുന്നു. അവൾ അയാൾക്ക് ബില്ല് കൊടുക്കുകയും ചെയ്യും. മാനേജർ രാധാമണിയെ വിളിച്ച് ബില്ല് കിട്ടിയോ എങ്കിൽ തരൂ എന്ന് പറയുന്നു. ഈ കടയിലെ ഒരു സ്റ്റാഫിന്റെ കയ്യിൽ ബില്ല് കൊടുത്തിരുന്നുവെന്ന് രാധാമണി പറയുമ്പോൾ ആരുടെ കയ്യിലാണ് കൊടുത്തതെന്ന് മാനേജർ ചോദിക്കും. ഞങ്ങൾ ആരും ബില്ല് മേടിച്ചിട്ടില്ലെന്ന് കടയിലെ സ്റ്റാഫുകൾ പറയുമ്പോൾ മേടിച്ചയാളുടെ അടയാളം സഹിതം രാധാമണി പറയുന്നു. ആ കട മുഴുവൻ അവൾ അയാളെ തിരയുന്നുണ്ടെങ്കിലും രാധാമണിയുടെ കയ്യിൽ നിന്നും ബില്ല് മേടിച്ചയാളെ കണ്ടെത്താൻ അവൾക്ക് കഴിയില്ല. ബില്ലില്ലാതെ വന്ന് ഞങ്ങളെ പറഞ്ഞു പറ്റിച്ച് ക്യാഷുമായി പോകാമെന്ന് കരുതിയോ എന്ന് മാനേജർ കളിയാക്കിക്കൊണ്ട് രാധാമണിയോട് ചോദിക്കും. ഇല്ല സാർ, ശരിക്കും എൻ്റെ കയ്യിൽ ബില്ലുണ്ടായിരുന്നു. നിങ്ങളുടെ ജ്വല്ലറിയിലെ സ്റ്റാഫ് തന്നെയാണ് എൻ്റെ കയ്യിൽ നിന്ന് ബില്ല് മേടിച്ചതെന്നും രാധാമണി പറയുമെങ്കിലും ചീത്ത പറഞ്ഞ് മാനേജർ രാധാമണിയെയും കുഞ്ഞിനെയും അവിടെ നിന്നും ഇറക്കി വിടുന്നു. അവിടെ സീൻ കട്ട് ചെയ്ത് ആ ജ്വല്ലറിയുടെ ഓണറിനെ കാണിക്കുന്നു. മാനേജേഴ്സിനെ വിളിച്ച് ഓണർ കാര്യങ്ങൾ തിരക്കും. ആ ജ്വല്ലറിയുടെ ഓണർ പറഞ്ഞതനുസരിച്ചാണ് രാധാമണിയുടെ ബിൽ അവർ കൈക്കലാക്കുന്നതും അവളെ അപമാനിച്ച് കടയിൽ നിന്ന് ഇറക്കി വിടുന്നതും. മൂവിയുടെ ഫസ്റ്റ് സീനിൽ കാറിൽ നിറയെ ഗോൾഡും പണവും അടന്നു കളഞ്ഞയാളും അവർക്കൊപ്പമുണ്ട്. ആ കള്ളക്കടത്ത് നടത്തിയതും HRR ജ്വല്ലറിയുടെ ഓണറിനായിട്ടാണ്. ഹീറോയിനെ പറഞ്ഞു പറ്റിച്ച് അപമാനിച്ചതിന്റെ പേരിൽ അവൾ വളരെ അപ്സെറ്റ് ആകുന്നു. നെക്സ്റ്റ് സീനിൽ അവരുടെ അമ്പലത്തിലെ ഉത്സവത്തിന് പ്രാക്ടീസ് ചെയ്ത തിരുവാതിര രാധാമണിയും ഫ്രണ്ട്സും കളിക്കുന്നത് കാണിക്കുന്നു. തിരുവാതിര ചെയ്യുമ്പോഴും വളരെ ഫീലായി രാധാമണി കരയുന്നു. രാധാമണിയുടെ ബ്രദർ ആ മാലയുടെ പിക്ക് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്ത HRR ജ്വല്ലറിയുടെ തട്ടിപ്പിനെ കുറിച്ച് പറഞ്ഞിരുന്നു. നെക്സ്റ്റ് ഡേ മോർണിംഗിൽ എക്സാമിനായി പോകാൻ ഹീറോയിന്റെ ബ്രദർ റെഡിയാകുമ്പോൾ കറക്റ്റായി അങ്ങോട്ട് പോലീസും എത്തുന്നു. എന്തിനാണ് വന്നതെന്ന് അവർ ചോദിക്കുമ്പോൾ HRR ജ്വല്ലറിയിൽ നിന്നും നിങ്ങളുടെ മകനെതിരെ ഒരു കംപ്ലൈന്റ് ലഭിച്ചിട്ടുണ്ട്. സോ അത് ബേസ് ചെയ്ത് അവനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ചോദ്യം ചെയ്യണമെന്നും പോലീസ് പറയും. എനിക്ക് എക്സാം ഉണ്ട്, സോ എക്സാം കഴിഞ്ഞ് ഞാൻ വരാമെന്നും ബ്രദർ പറയുമെങ്കിലും നീ സ്റ്റേഷനിൽ വന്ന് ഒരു സൈൻ ചെയ്തതിനു ശേഷം എക്സാം എഴുതാൻ പോയിക്കോളൂ എന്ന് പോലീസ് പറയുന്നു.
അവർ പറഞ്ഞത് വിശ്വസിച്ച് രാധാമണിയുടെ ബ്രദർ അവർക്കൊപ്പം പോലീസ് സ്റ്റേഷനിലേക്ക് പോകും. ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു വക്കീലിനെ കണ്ട രാധാമണി കാര്യങ്ങളൊക്കെ പറയുമ്പോഴാണ് അമ്മ കോൾ ചെയ്ത് ബ്രദറിനെ പോലീസ് പിടിച്ചുകൊണ്ടുപോയെന്ന് പറയുക. സോ പെട്ടെന്ന് തന്നെ രാധാമണി മകനെയും കൂട്ടി അവിടെ നിന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലും. രാധാമണി ചെന്ന് കണ്ട വക്കീലും പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അവനെ എന്തിനാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് തിരക്കും. ഇതൊരു ചെറിയ കാര്യമായതിനാൽ തന്നെ ലോയർ പറയുന്നതനുസരിച്ച് പോലീസ് രാധാമണിയുടെ ബ്രദറിനെ അവർക്കൊപ്പം പറഞ്ഞു വിടുന്നു. എക്സാം തുടങ്ങി 1 മണിക്കൂറിന് ശേഷമാണ് ബ്രദറിനെ റിലീസ് ചെയ്യുന്നത്. സോ എല്ലാവരും അവനെ എക്സാം എഴുതാൻ കഴിയാത്തതിനെ കുറിച്ചോർത്ത് വളരെ ഫീൽ ആകുന്നു. ആ ജ്വല്ലറിയുമായി നിങ്ങൾക്ക് എന്താണ് പ്രശ്നമെന്ന് ഹരി എന്നൊരു പോലീസുകാരൻ രാധാമണിയോട് ചോദിക്കുന്നു. HRR ജ്വല്ലറി ബോണ്ടഡായി തന്നെയാണ് അവളുടെ ബ്രദറിനെതിരെ കേസ് കൊടുത്തതെന്നും രാധാമണിക്ക് മനസ്സിലാകും. ഈ കാര്യങ്ങളെല്ലാം ഓഫീസിലിരിക്കുന്ന SI ആന്റണി കാണുന്നുണ്ട്. സോ രാധാമണിയെ ആന്റണി ഓഫീസിലേക്ക് വിളിച്ച് കാര്യങ്ങളെല്ലാം ചോദിച്ചറിയും. രാധാമണി തനിക്ക് നേരിട്ട ദുരനുഭവങ്ങൾ മുഴുവൻ SI ആന്റണിയോട് പറയുന്നു. ആ മാല എവിടെയാണെന്ന് SI ചോദിക്കുമ്പോൾ ഹീറോയിൻ മാല SIക്ക് കൈമാറും. ഇത് ചെക്ക് ചെയ്യാൻ ഹരി എന്ന പോലീസുകാരനോട് പറഞ്ഞ് മാല അയാളുടെ കയ്യിൽ ആന്റണി കൊടുത്തയക്കും. HRR ജ്വല്ലറിൽ ജോലി ചെയ്തിരുന്ന അനീഷിനെയും SI പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നു. ഞാൻ പറഞ്ഞതിനാലാണ് രാധാമണി ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന HRR ജ്വല്ലറിയിൽ നിന്ന് തന്നെ ആ മാല എടുത്തതെന്നും അനീഷ് പറയും. രാധാമണി പറഞ്ഞതെല്ലാം സത്യമാണെന്ന് അനീഷ് മൊഴി കൊടുത്ത് സൈൻ ചെയ്യുന്നു. HRR ജ്വല്ലറിയുടെ അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ രാധാമണിയെയും കുട്ടിയെയും പോലീസ് സ്റ്റേഷനിൽ നിന്നും SI പറഞ്ഞു വിടുന്നു. അവർ പോയതിനു ശേഷം SI HRR ജ്വല്ലറിലേക്ക് വിളിച്ച് രാധാമണിയുടെ കംപ്ലൈന്റ് സത്യമാണോ എന്ന് അന്വേഷിക്കുന്നു. ആ ലേഡി പറയുന്നത് കള്ളമാണ്. എന്താണെങ്കിലും ഈ കടയുടെ ഓണറിനോട് നേരിട്ട് സംസാരിക്കാൻ ആ ജ്വല്ലറി മാനേജർ SIയോട് പറയുമ്പോൾ ആ കടയിൽ നിന്നും ആരെങ്കിലും വന്ന് ഈ കേസ് ഒത്തുതീർപ്പാക്കി രാധാമണിക്ക് നഷ്ടമായ തുക നൽകണമെന്നും SI പറയും. പക്ഷെ ഞങ്ങളിപ്പോൾ തിരക്കിലാണ്, CIയോട് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ടെന്നും സോ ഇപ്പോൾ സ്റ്റേഷനിലേക്ക് വരാൻ കഴിയില്ലെന്നും മാനേജർ പറയുമ്പോൾ നിനക്കൊന്നും ഇങ്ങോട്ട് വരാൻ പറ്റില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാമെന്ന് കലിപ്പോടെ പറഞ്ഞ് SI ഫോൺ കട്ട് ചെയ്യുന്നു. SI പറഞ്ഞ റെസ്റ്റോറൻറ്റിലേക്ക് മകനുമായി രാധാമണി എത്തുമ്പോൾ അവരെ മീറ്റ് ചെയ്യാൻ SIയും അങ്ങോട്ട് ചെല്ലും. നിങ്ങൾക്കിപ്പോൾ 2 ഓപ്ഷനാണുള്ളത്. ആദ്യത്തേത് ആ ജ്വല്ലറിയുടെ മേൽ നിങ്ങൾ കേസ് കൊടുക്കണം. ആ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടത്തിയതിനു ശേഷം വേണ്ട നടപടി പോലീസ് എടുക്കും. രണ്ടാമത്തെ ഓപ്ഷൻ ഇതൊക്കെ ഇവിടെ വെച്ച് അവസാനിപ്പിച്ച് പോയ പണം പോട്ടെ എന്ന് വെക്കുന്നതാണെന്നും SI പറയുമ്പോൾ സർ, എൻ്റെ ഹസ്ബൻഡ് അത്രമേൽ കഷ്ടപ്പെട്ട് ചോര നീരാക്കി ഉണ്ടാക്കിയ പണമാണ്, അത് വിട്ടുകളയാൻ എനിക്ക് കഴിയില്ലെന്ന് രാധാമണി പറയുന്നു. അവരുടെ മേൽ വലിയ കേസാക്കിയില്ലെങ്കിലും എങ്ങനെയെങ്കിലും സർ ഇടപെട്ട് ഒത്തുതീർപ്പാക്കി ഞങ്ങൾക്ക് നഷ്ടമായ പണം തിരികെ മേടിച്ച് തരണമെന്നും രാധാമണി പറയുന്നു. ആ സമയം അമ്മ കോൾ ചെയ്ത് ഹോസ്പിറ്റലിലെ ബില്ല് ക്ലോസ് ചെയ്ത് മകളെ ഡിസ്ചാർജ് ആക്കണമെന്ന് പറയും. ബില്ല് എമൗണ്ട് ക്ലോസ് ചെയ്യണമെന്ന് ഹോസ്പിറ്റലിൽ നിന്ന് സ്ട്രിക്റ്റായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നും അമ്മ പറയുന്നതിനാൽ രാധാമണി അവളുടെ ഒരു ഫ്രണ്ടിൻ്റെ ഹെൽപ്പോടെ ഒരാളുടെ കയ്യിൽ നിന്നും 50,000 രൂപ പലിശയ്ക്കെടുക്കുന്നു. പണവുമായി അവിടെ നിന്നും താഴേക്ക് വരുമ്പോൾ വീണ്ടും അമ്മ കോൾ ചെയ്ത് പണം റെഡിയായോ എന്ന് ചോദിക്കും. എന്ന് പറഞ്ഞ ബാഗിൽ പണവും വെച്ച് രാധാമണി സ്കൂട്ടറിൽ കയറാൻ തുടങ്ങുമ്പോൾ ബൈക്കിൽ വരുന്ന ഒരാൾ അവളുടെ ബാഗ് തട്ടിയെടുത്തുകൊണ്ട് പോകുന്നു. മകളുടെ മാലയും പലിശയ്ക്കെടുത്ത ക്യാഷും ആ ബാഗിലാണ്. അവനിപ്പോൾ രക്ഷപ്പെട്ടാൽ പിന്നെ അവനെ കണ്ടുപിടിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കി രാധാമണി അയാളെ ഫോളോ ചെയ്യാൻ തുടങ്ങും. എത്രമാത്രം സ്പീഡിൽ പോകാൻ കഴിയുമോ അത്രയും സ്പീഡിൽ മകനുമായി രാധാമണി അയാളെ ഫോളോ ചെയ്യുന്നു. പക്ഷെ കുറച്ചു കഴിഞ്ഞ ബൈക്ക് റോഡിൽ നിർത്തി അയാൾ ഒരു ബോട്ടിലേക്ക് ചാടിക്കയറും. ഇത് കാണുന്ന ഹീറോയിനും മകനുമായി വളരെ റിസ്ക് എടുത്ത് ബോട്ടിൽ കയറുന്നു. ബോട്ടിൽ നിറയെ ആളുകളാണെങ്കിലും അവർക്കിടയിലെല്ലാം രാധാമണിയും മകനും ആ കള്ളനെ തിരയാൻ തുടങ്ങും. ഈ കാര്യം രാധാമണി SIക്ക് കോൾ ചെയ്ത് പറയുന്നു. രാധാമണിയുടെ മകൻ അയാളെ തിരഞ്ഞു നടക്കുന്നതിനിടയിൽ ഒരു വാഹനത്തിന്റെ അടിയിൽ ഒളിച്ചിരിക്കുന്ന അയാളെ കണ്ടുപിടിക്കുന്നു. അവൻ ഉച്ചത്തിൽ അമ്മയെ വിളിച്ച് കള്ളൻ ഇവിടെയുണ്ടെന്ന് പറയും. ആ സമയം കറക്റ്റായി ബോട്ട് നിൽക്കുന്നിടത്ത് വരുന്നതിനാൽ ബോട്ട് സ്റ്റോപ്പ് ചെയ്യും. ഈ തക്കം നോക്കി കള്ളൻ ബോട്ടിൽ നിന്നും ഇറങ്ങി ഓടുന്നു. രാധാമണിയും എങ്ങനെയെങ്കിലും അവനെ പിടിക്കണമെന്ന വാശിയിൽ പുറകെ പോകുന്ന വഴിയിലും കള്ളൻ അവരെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. നിറയെ വെള്ളമുള്ള ആറ്റിലേക്ക് ഇറങ്ങി അയാൾ ഓടുമ്പോൾ വേറെ വഴിയില്ലാതെ രാധാമണിയും മകനുമായി അയാളുടെ പുറകെ പോകും. ഒരു രീതിയിലും അവൾ വിടില്ലെന്ന് മനസ്സിലാക്കി ബാഗിനുള്ളിലെ മാല കൈക്കലാക്കിയിട്ട് ഇതാ നിന്റെ ബാഗ് എന്ന് പറഞ്ഞ് അയാൾ ബാഗ് രാധാമണിക്ക് കൊടുക്കുന്നു. പക്ഷെ ബാഗ് ചെക്ക് ചെയ്യുന്ന രാധാമണിക്ക് മാല മിസ്സായെന്ന് മനസ്സിലാകും. നമ്മൾ നിൽക്കുന്ന സ്ഥലം SIക്ക് ലൊക്കേഷൻ അയച്ചു കൊടുക്കാൻ മകനോട് പറഞ്ഞതിന് ശേഷം അവൾ അയാളെ ഫോളോ ചെയ്യുന്നു. അവൾ വീണ്ടും പുറകെ ഉണ്ടെന്ന് മനസ്സിലാക്കി അയാൾ രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ കറക്റ്റായി SIയും അങ്ങോട്ട് വരും. SI അവനെ പിടിച്ച് നല്ല അടി കൊടുത്തിട്ട് അവനെടുത്ത മാല തിരികെ എടുത്ത് രാധാമണിക്ക് കൊടുക്കും. ആര് പറഞ്ഞിട്ടാണ് ഇത് ചെയ്തതെന്ന് SI ചോദിക്കുമ്പോൾ HRR ജ്വല്ലറിലെ ഓണർ പറഞ്ഞിട്ടാണെന്ന് അയാൾ പറയുന്നു.
സോ SI ബാക്കി പോലീസുകാരുമായി നേരെ HR ജുവലറിലേക്ക് പോകും. മര്യാദയ്ക്ക് ഇവർക്ക് നഷ്ടമായ ക്യാഷ് തിരിച്ചു കൊടുക്കാൻ SI മാനേജേഴ്സിനോട് പറയുമ്പോൾ ആദ്യമൊക്കെ അവർ സമ്മതിക്കില്ലെങ്കിലും വളരെ കലിപ്പോടെ അവർക്കെതിരെ കേസെടുക്കുമെന്ന കാര്യങ്ങളും നിങ്ങൾ മോഷ്ടിക്കാൻ പറഞ്ഞു വിട്ടയാളെ ഞങ്ങൾ കൈയോടെ പൊക്കിയെന്നും SI പറയുമ്പോൾ രാധാമണിക്ക് നഷ്ടമായ തുക തിരികെ നൽകാൻ അവർ സമ്മതിക്കുന്നു. അങ്ങനെ രാധാമണിയുടെ പേരിൽ നഷ്ടമായ തുകയ്ക്ക് ചെക്ക് നൽകും. അവർ കേസ് വേണ്ട എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഒത്തുതീർപ്പിന് ഞാൻ തയ്യാറായത്, അല്ലെങ്കിൽ നിന്റെയൊക്കെ ഈ ഷോപ്പ് തന്നെ ഞാൻ പൂട്ടിച്ചേനെ എന്ന് പറഞ്ഞ് SI അവിടെ നിന്നും പോകുന്നു. SIയോട് നന്ദി പറഞ്ഞ രാധാമണിയും മകനും വീട്ടിലേക്ക് പോകും. അവിടെ സീൻ കട്ട് ചെയ്ത് SIയുടെ ഫാമിലിയെ കാണിക്കുന്നു. ജോലി കഴിഞ്ഞ് വീട്ടിൽ വരുന്ന SIക്ക് ഒരു കോൾ വരുന്നു. ഈ കേസിൽ തലയിട്ടതിന് SIക്ക് ഒരു പണിഷ്മെന്റ് ട്രാൻസ്ഫർ കിട്ടിയിട്ടുണ്ടെന്ന് അയാളുടെ ഫ്രണ്ടായ ഹരി എന്ന പോലീസുകാരൻ SIയോട് പറയുന്നു. പണിഷ്മെന്റ് ട്രാൻസ്ഫർ ഒന്നും തനിക്ക് പുത്തരിയല്ലെന്ന് പറഞ്ഞ് SI കോൾ കട്ട് ചെയ്യും. വീട്ടിൽ വന്ന രാധാമണിയും അവളുടെ അമ്മയോടും സഹോദരങ്ങളോടും നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നു. അതിനുശേഷം SIക്ക് കോൾ ചെയ്ത്, സാർ എനിക്ക് ചെക്ക് വേണ്ട, ഞാൻ HRR ജുവലറിക്കെതിരെ കേസുമായി മുന്നോട്ട് പോകുകയാണെന്ന് പറയും. പാവങ്ങൾക്കും ഇവിടെ ജീവിക്കണം സാർ, ഇനി ആരും അവരുടെ ചതിയിൽ വീഴാൻ പാടില്ല, സോ നമുക്ക് ഇത് കേസാക്കണമെന്ന് രാധാമണി പറയുമ്പോൾ നിങ്ങൾക്ക് ധൈര്യമായി കേസുമായി മുന്നോട്ട് പോയിക്കോളൂ, എല്ലാത്തിനും എന്റെ സപ്പോർട്ട് കൂടെ ഉണ്ടാകുമെന്നും SI ഉറപ്പ് നൽകുന്നു. ഇത് കേൾക്കുന്ന രാധാമണി ആ ചെക്ക് കത്തിച്ചു കളയും. ആ രാത്രി തന്നെ SI നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്ന് രാത്രി 12 മണിക്ക് മുൻപായി തന്നെ HRR ജുവലറിക്കെതിരെ FIR തയ്യാറാക്കുന്നു. അവിടെ സീൻ കട്ട് ചെയ്ത് നെക്സ്റ്റ് സീനിൽ ഹാപ്പിയായി രാധാമണി ജോലിക്ക് പോകുന്നതായി കാണിക്കുന്നു. പോകുന്ന വഴിയിൽ പൂട്ടി സീൽ വെച്ച HRR ജുവലറിയെ നോക്കി അവൾ സ്വയം ഒരു തീയായി എല്ലാം നേടിയെടുത്ത സന്തോഷത്തിൽ ചിരിക്കുന്നതായി കാണിച്ച് ഈ മൂവിയും അവസാനിക്കുന്നു. ഈ മൂവിയും ഇതിൻ്റെ കഥയും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു കഥയുമായി കാണാം. അതുവരെ ടാറ്റാ.